സമീപകാലത്ത് ഏറ്റവും വിവാദമായ പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിന്റെ നാൾവഴികൾ ഒരു സിനിമാ കഥ പോലെ കൗതുകമുള്ളതാണ്. ഇരയ്ക്ക് വേണ്ടി ഭരണകൂടവും പോലീസും ആർജവത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് അത്യന്തം നാടകീയമായി ഇര മൊഴി മാറ്റുന്നത്. കേസിന്റെ FIR റദ്ദാക്കാനുള്ള ഇരയുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധിയും നിരീക്ഷണവും നിർണായകമായിരിക്കും. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിന്റെ തുടക്കം പെൺകുട്ടിയുടെ പിതാവിന്റെ വെളിപ്പെടുത്തലിൽ നിന്നായിരുന്നു. തൻ്റെ മകൾക്ക് വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യ രാത്രി മുതൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച്, മർദ്ദനത്തെക്കുറിച്ച് പെൺകുട്ടിയുടെ പിതാവ് തുറന്നു പറയുന്നു. മാത്രമല്ല, പോലീസ് ഒത്തുകളിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നും ഭർത്താവായ രാഹുലിന് അനുകൂലമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ഈ പെൺകുട്ടിയുടെ അച്ഛൻ വെളിപ്പെടുത്തി. പിതാവിന് പിന്നാലെ പെൺകുട്ടിയും തുറന്നു പറച്ചിലുമായി മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി. തനിക്ക് ഭർത്തൃവീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും മർദ്ദനത്തെക്കുറിച്ചും പെൺകുട്ടി തുറന്നു പറഞ്ഞു. കേബിൾ കൊണ്ട് കഴുത്തിൽ കുരുക്ക് മുറുക്കിയെന്നും തലക്കടിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും ചോര പൊടിഞ്ഞുവെന്നും പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ആശുപത്രിയിൽ പോയവരും അവർ തുറന്നടിച്ചു. ഷാജാനെ കേബിളോട് മുറുക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് കൈ ഇവിടേക്ക് കിട്ടി. അതുകൊണ്ട് എനിക്കത് വലിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ തീരേണ്ടതായിരുന്നു. ഭർത്തൃവീട്ടിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനത്തെക്കുറിച്ച് പെൺകുട്ടി പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് കേസെടുത്തില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാഹുലിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുവെന്നും പെൺകുട്ടിയും പിതാവും പരാതിപ്പെട്ടു. പ്രതിപക്ഷ നേതാവും വനിതാ കമ്മീഷനും പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി രംഗത്ത് വന്നു. പന്തീരാങ്കാവ് CA സസ്പെൻഡ് ചെയ്തു. ഫറോക്ക് ACPയുടെ നേതൃത്വത്തിൽ പിന്നീട് പുതിയ അന്വേഷണ സംഘം നിലവിൽ വരികയും ഊർജിതമായ അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനിടെ രാഹുൽ ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്ന് ജർമ്മനിയിലേക്കും കടന്നു കളഞ്ഞു. രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചത് സുഹൃത്തായ പൊക്കുന്ന് സ്വദേശി രാജേഷ് ആണെന്നും ഇരുവരെയും പന്തീരാങ്കാവ് സ്റ്റേഷനിലെ CPO ശരത് ലാൽ സഹായിച്ചുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. രാജേഷിനെ കേസിൽ പ്രതി ചേർത്തു. CPO ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തു. രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയെയും കേസിൽ പ്രതി ചേർത്തു. രാഹുലിൻ്റെ അമ്മയും സഹോദരിയും കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി. ഇതിനിടെ രാജേഷിനെ അറസ്റ്റ് ചെയ്യുകയും രാജേഷിനെ കോടതി ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കിയിട്ടും വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയെയും സുഹൃത്തിനെയും പ്രതി ചേർത്തിരുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു പോലീസിൻ്റെ പദ്ധതി. ഇതിനിടയിലാണ് പെൺകുട്ടി മൊഴി മാറ്റി പറഞ്ഞത്. മൊഴി മാറ്റി പറഞ്ഞു എന്ന് മാത്രമല്ല, FIR റദ്ദ് ചെയ്യാൻ പെൺകുട്ടി തന്നെ നേരിട്ട് കോടതിയിൽ എത്തുകയും ചെയ്തു. രാഹുലുമായി ഒരു പ്രശ്നവുമില്ലെന്നും എല്ലാ പ്രശ്നങ്ങളും കോടതിക്ക് പുറത്ത് പറഞ്ഞു തീർത്തുവെന്നും പെൺകുട്ടി പറഞ്ഞു. ഗാർഹിക പീഡന കേസുകളിൽ വനിതാ കമ്മീഷനും സർക്കാരും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളെല്ലാം കാര്യക്ഷമമായി ഇടപെട്ടിട്ടും ഇരയുടെ മൊഴി മാറ്റൽ ഈ കേസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ കോഴിക്കോട്.